ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ്. അപ്പൊ രാവിലത്തെ ഒരു ഹാങ് ഓവറിൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്റെ വീട്ടിലായതുകൊണ്ട് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഷാഹിമ്മയൊക്കെ ഉണ്ടെന്നുള്ളൊരു ധൈര്യത്തിൽ നമ്മൾ ജനലിന്റെ അവിടെ വന്നിരുന്ന് ജനലൊക്കെ തുറന്ന് കാറ്റുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മുടെ വീട്ടിലാകുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ, അങ്ങനെ ആടി ഓടി ചത്ത് വിത്ത് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും ഉള്ളതുകൊണ്ട്. പിന്നെന്താ പറയാ, നമ്മൾ പ്രഗ്നന്റ് ആയതുകൊണ്ട് ഒരു പരിഗണന കൂടി ഉണ്ട്. അങ്ങനെ നമ്മളൊക്കെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടക്കറിയും പത്തിരിയാണ് കേട്ടോ. അപ്പൊ മുട്ടക്കറി ഷാഹിയാണ് ഉണ്ടാക്കിയത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റെസിപ്പി വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഞാനപ്പോ വേറെ എവിടെ ഇരുന്നു, അപ്പൊ ഇതിന് അവിടെയൊക്കെ ഉണ്ടാക്കിയെടുത്തു. അപ്പൊ നമ്മളിത് ഏറ്റവും വലിയ കോഴിമുട്ട ഏതാണെന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് തെരഞ്ഞെടുക്കണത് ചെറുതാവും കേട്ടോ. പകുതി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുക അതിനെക്കാട്ടിലും വലിയ കോഴിമുട്ട അതിലുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? അതിന് അതൊക്കെ കഴിച്ചിട്ട് കുട്ടികളെ മുട്ടായി ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു. ഇപ്പൊ ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം കഴിക്കണം എന്നുള്ളതൊരു നിർബന്ധമായി തുടങ്ങിയിട്ടുണ്ട്. ഇത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പൊ അത് എന്നത്തെയും പോലെ തന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മുടെ ഉമ്മാന്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യല്. പിന്നെ അർഷാക്ക് വരും കേട്ടോ. അർഷാക്കുവിന് എപ്പോഴും ഉമ്മ ചിക്കൻ ബിരിയാണി വെക്കണതാണ് ഇഷ്ടം. അത് പറയുകയും ചെയ്യും കേട്ടോ, അത് മതി എന്നുള്ളത്. അപ്പൊ പിന്നെ വേറൊന്നും നമുക്ക് ഓപ്ഷൻ ഇല്ല, എല്ലാവർക്കും ബിരിയാണി മതി. അപ്പൊ എന്തായാലും ഉമ്മാന്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ ചിക്കനൊക്കെ കഴുകി മസാലയൊക്കെ വെച്ച് തേച്ച് അതൊക്കെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാവിലെ നമുക്ക് കുറച്ച് തിരക്കായിരുന്നു കേട്ടോ, പത്തിരിയൊക്കെ ആയതുകൊണ്ട്. അപ്പൊ ഞാനൊരു പണി എടുക്കില്ല നിങ്ങൾ വിചാരിക്കരുത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്തിരി ചുട്ടത് ഞാനാണ്. പിന്നെ നമ്മൾ എന്താ പറയാ, ബിരിയാണിക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തത് ഞാനാണ്. അങ്ങനെ ചിക്കന്റെ പൊരിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ കുറച്ച് ചിക്കനൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പൊരിച്ച ചിക്കൻ ചൂടോടെ കഴിക്കാൻ നല്ല രസമാട്ടോ. പ്രത്യേകിച്ച് ബിരിയാണിക്കൊക്കെ പൊരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ കഴിക്കാൻ തോന്നും. പക്ഷെ ഞങ്ങൾ കഴിക്കുകൊണ്ട് തന്നെ അമ്മ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ എല്ലാം കൂട്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ അമ്മ അടുപ്പിന്റെ അവിടെ നിന്നിട്ട് നല്ല പണിയാണ്. നമുക്ക് സാധാ നോർമൽ അടുപ്പാണ് കേട്ടോ. അപ്പോഴേക്കിനും ഷാഹിദെ ഒരുവിധം പണികളൊക്കെ കഴിച്ചിട്ട് കുട്ടികളൊക്കെ കുളിപ്പിച്ച് മാറ്റി കൊടുക്കുകയാണ്. ഷാഹി ഉണ്ടെങ്കിൽ എനിക്ക് നല്ല മടിയാണ് കേട്ടോ. കല്യാണത്തിന് മുന്നേ മടിയാണ്, കല്യാണം കഴിഞ്ഞിട്ടും മടിയാണ്. ഓള് പിന്നെ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ, പാവമാണ്. അങ്ങനെ എന്താ പറയാ, അനിയത്തിയിലുള്ള ആളുകളൊക്കെ ഇങ്ങനെയാണോ ഗൈസ്, കമന്റ് ചെയ്യുക. പുറത്ത് നല്ല മഴക്കാറുണ്ട്. അപ്പൊ എന്താ പറയാ, നല്ലൊരു മഴ വരാനുള്ള ലക്ഷണമൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പൊ സയാനൊക്കെ നല്ല ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സയാന രാവിലെ മദ്രസ ഉണ്ടായിരുന്നു, ഇവിടുത്തെ ഷെബി ആക്കി കൊടുത്ത് അവിടുന്ന് അർഷാക്ക് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെയാണ് കേട്ടോ, വീട്ടിൽ നിൽക്കുമ്പോൾ മദ്രസക്ക് ഇവിടുന്ന് രാവിലെ പോകും, അവിടുന്ന് അർഷാക്ക് പണിക്ക് പോകുമ്പോൾ അങ്ങോട്ട് കൊടുന്നാക്കി തരും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഷാഹിദേ കുട്ടികളൊക്കെ ഒരുക്കി സെറ്റാക്കി അടുത്ത അനിയന്റെ ഷർട്ട് ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവള് എല്ലാ പണികളും നല്ല അടിപൊളിയായിട്ട് ചെയ്യട്ടോ. അങ്ങനെ ഓനക്ക് ഇവിടുത്തെ ബിരിയാണി ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടോ കല്യാണത്തിന് പോവാണ്. എനിക്ക് ഇവിടെ കല്യാണം ഉണ്ട് കേട്ടോ. അപ്പം ഓനില്ല, ചെറിയ അനിയന് പണിയുണ്ട്. അപ്പൊ ഓന് രാവിലെ തന്നെ പണിക്ക് പോയി. കുറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഭയങ്കര എന്താ പറയാ തിരക്കുകളായിരുന്നു. അങ്ങനെ തുഴഞ്ഞു പോകുന്നുണ്ട്, വണ്ടിയിൽ എണ്ണെല്ലാം പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അയൽവാസിയായിട്ടുള്ള പ്രതീക്ഷേട്ടൻ ഐസൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. ഓല് സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിക്കാൻ കേട്ടോ. അപ്പൊ പ്രതീക്ഷേട്ടൻ എന്ത് വാങ്ങുകയാണെങ്കിലും നമുക്കും കൂടെ ഉള്ളത് വാങ്ങും. കണ്ടില്ലേ ഞാൻ കൈ കാണിക്കുന്നത്. അപ്പം എന്താ പറയാ, ഇത് ഇളനീരിന്റെ ഐസാണ് കേട്ടോ, നല്ല രസമാണ് അത് കുടിക്കാൻ വേണ്ടിയിട്ട്. മഞ്ഞ കളറിലുള്ളത് മാംഗോന്റെയാണ് കേട്ടോ. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ മാംഗോ ആണ്, എനിക്കും ഷായ്ക്കും ഇളനീരാണ് കിട്ടിയത്. അതിന്റെ അർഷാക്ക് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വന്നപ്പോഴേക്കും മഴയൊക്കെ പെയ്ത് ഒന്ന് തോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ അർഷപ്പിനെ വരവേൽക്കാൻ വേണ്ടി മുറ്റത്തൊരു കൊട്ടത്തളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നല്ലോണം വെള്ളം നിൽക്കട്ടോ, മഴ പെയ്താല് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് വീടിന്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ അങ്ങനെ ഇല്ല, ഇനിയിപ്പോ നല്ല മഴ എന്താ അവസ്ഥ എന്നറിയില്ല. അങ്ങനെ ഒരു 2 മണിയൊക്കെ ആയിട്ടാണ് ഫുഡ് കഴിക്കായിരുന്നു. അർഷാക്ക് വരാൻ കുറച്ച് നേരം വൈകി. അങ്ങനെ നമ്മളെ ബിരിയാണി നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മള് ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ ദിവസമായിട്ട് കഴിച്ചിട്ട് അതുകൊണ്ട് നല്ല ആക്രാന്തം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 2 പ്ലേറ്റ് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 പ്ലേറ്റ് എങ്ങനെയാന്ന് വെച്ചാല് ഒറ്റയടിക്കല്ല, നമ്മൾ ഉച്ചക്കും 4 മണിക്കും രാത്രിയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഒരു തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സിദ്ദിഖാക്ക് വന്നു, അതിനെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ് കേട്ടോ. കാക്കാരൊക്കെ ഇതിനെ പോകുമ്പോൾ കയറാറുണ്ട്. പിന്നെ കുറച്ച് സംസാരിച്ച് ചായയൊക്കെ കുടിച്ചു ഒരു ദിവസം അങ്ങനെ എടുക്കുകയായിരുന്നു ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ വേറൊരു വീഡിയോ ഇട്ട് തരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.